വെൽക്കം. റോബോട്ട് കിയോസാക്കി $1.2 ബില്യൺ കോടി കടക്കാരനായി മാറി എന്നുള്ളൊരു വാർത്തയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ പണക്കാരുടെ തലതൊട്ടപ്പന അറിയപ്പെടുന്ന, അനേകരെ റിച്ചാകുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യക്തിയാണല്ലോ റിച്ച് ഡാഡ്, അതല്ലെങ്കിൽ റോബോട്ട് കിയോസാക്കി. അദ്ദേഹം $1.2 ബില്യൺ കടക്കാരനായെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെല്ലാം പാളിപ്പോയി എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചത് വലിയൊരു നുണയാണെന്നുമെല്ലാം പലരും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, അത് പണ്ട് മുതൽ ഈ ഒരു റോബോട്ട് കിയോസാക്കിയും റിച്ച് ഡാഡിൻ്റെ ചിന്താഗതികളുമെല്ലാം ശരിയായതല്ല, ഒരു വലിയ ഫ്രോഡാണെന്നുള്ള ഒരു ചിന്താഗതി പൊതുവെ പരക്കുന്നുണ്ട്. ഇതിനെന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. യഥാർത്ഥത്തിൽ റോബോട്ട് കിയോസാക്കി വലിയൊരു കടക്കാരനാണോ, അദ്ദേഹം പാപ്പരായി മാറിയിട്ടുണ്ടോ എന്നുള്ള വിഷയങ്ങളെല്ലാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരാളം കമ്പനികൾ, ധാരാളമല്ല, അദ്ദേഹത്തിന് നിരവധി ഇൻവെസ്റ്റ്മെൻറ്റ്സും കമ്പനികളുമുണ്ട്. അതിൽ പല കമ്പനികളും വളരെ നാളുകൾക്ക് മുമ്പേ തന്നെ പാപ്പർ ഹർജി കൊടുത്ത് പാപ്പറായി പ്രഖ്യാപിച്ചിട്ടുള്ള കമ്പനികളുണ്ട്. അദ്ദേഹം പറയുന്ന ആശയം നമുക്കറിയാം. റിച്ച് ആകാൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, റിച്ച് ആയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് റിച്ച് ആകുന്നത്, പാവങ്ങളായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് പാവങ്ങളായി ജീവിക്കുന്നത്. യഥാർത്ഥത്തിലൊരു മെൻറ്റാലിറ്റി അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് നാം അങ്ങനെ പാവപ്പെട്ടവരായോ അതല്ലെങ്കിൽ പണക്കാരായോ ജീവിക്കേണ്ടി വരികയും ചെയ്തത്. അതുപോലെ പണത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പണത്തിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കണം തുടങ്ങിയതായിട്ടുള്ള വിദ്യകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. പണത്തെ നമ്മുടെ അടിമയാക്കുവാൻ കഴിയണം, പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യണം. ഇതെല്ലാം വളരെ മനോഹരമായ ചിന്തയാണ്. പണത്തെ നാം സ്നേഹിക്കാൻ കഴിയണം, പണത്തെ വെറുക്കാതെ, പണം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നും പണം ഉണ്ടാക്കുന്നവർ നേരെ അല്ല എന്നുമുള്ള ചിന്താഗതിയെല്ലാം മാറ്റി പണത്തെ സ്നേഹിക്കുവാനും എങ്ങനെ പണത്തെ അട്രാക്റ്റ് ചെയ്യാനും കഴിയുമെന്നുള്ള കാര്യങ്ങളെല്ലാം പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്നുള്ള ഒരു പുസ്തകം മാത്രമല്ല, ആ പുസ്തക ശ്രേണി ധാരാളം പുസ്തകങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്, ധാരാളം പബ്ലിഷിങ്ങും കോഴ്സസും എല്ലാം നമുക്ക് റിച്ച് ഡാഡ് പൂർ ഡാഡ് റോബോട്ട് കിയോസാക്കിയുടെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. എങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചെല്ലാം റോബോട്ട് കിയോസാക്കി ധാരാളം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പാപ്പരായി, അതല്ലെങ്കിൽ വലിയ കടക്കാരനായി മാറി എന്നുള്ള വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് ഒരുപക്ഷെ ലോകം കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു കടക്കാരനാണോ? ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു വലിയ കടക്കാരനല്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ $1.2 ബില്യൺ കടക്കാരനാണ്, കാരണം ഞാൻ ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് റിട്ടേൺസ് കിട്ടുന്ന അസറ്റ്സിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മനുഷ്യർ അല്ലെങ്കിൽ റിച്ച് ആകാൻ ആഗ്രഹിക്കുന്നത് ചെയ്യേണ്ടത്. ഒന്ന് ബാഡ് ഡെറ്റ്, അതല്ലെങ്കിൽ ശരിയായതല്ലാത്ത ഡെറ്റ്. 2 ഗുഡ് ഡെറ്റ് എന്ന് വെച്ചാൽ നല്ല കാര്യത്തിൽ നമുക്ക് കടമെടുക്കാം, ചീത്ത കാര്യത്തിനും കടമെടുക്കാം. ഗുഡ് ഡെറ്റ് ആൻഡ് ബാഡ് ഡെറ്റ്. റോബോട്ട് കിയോസാക്കി എപ്പോഴും പറയുന്നത് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻകം തരുന്ന അസറ്റുകളിൽ നാം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ നാം ഒരു ലക്ഷറി കാർ മേടിച്ചു, ലക്ഷറി വില്ല മേടിച്ചു, അതിൽ നിന്ന് എന്ത് റിട്ടേണാണ് കിട്ടുന്നത്? റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല, നമുക്ക് ചിലവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അത്തരം കാര്യങ്ങളെ ബാഡ് ഡെറ്റ് അതല്ലെങ്കിൽ ലയബിലിറ്റി എന്നാണ് റോബോട്ട് കിയോസാക്കി പറയുന്നത്. അപ്പോൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കും. എല്ലാ മാസവും കയ്യിൽ നിന്ന് പണം അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നല്ല കണ്ണായ സ്ഥലത്ത് നാം ഒരു സ്ഥലം വാങ്ങുന്നു, അവിടെ ഒരു കെട്ടിടം പണിയുന്നു, അല്ലെങ്കിൽ കെട്ടിടം വാങ്ങുന്നു, ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്നു, അത് വാടകയ്ക്ക് കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് പ്രതിമാസം വരുമാനം റിക്കറിംഗായി കിട്ടുന്നത് മാത്രമല്ല, വർഷം കഴിയും തോറും ആ സ്ഥലത്തിന് വില കൂടുന്നുവെങ്കിൽ വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. റോബോട്ട് കിയോസാക്കി ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതാണ്. പണ്ട് അദ്ദേഹം ഡോളർ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നിക്സന്റെ കാലഘട്ടത്തിൽ ഡോളർ ഡീവാലുവേഷനൊക്കെ ഉണ്ടായ സമയത്ത് കുറേ അധികം കറൻസി അച്ചടിച്ചപ്പോൾ അദ്ദേഹത്തിന് ധാരാളം പണം നഷ്ടപ്പെട്ടു. അന്നും അദ്ദേഹം ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അസറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അസറ്റ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പണം നൽകുന്ന അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈവൻ ലോൺ ആണെങ്കിൽ കൂടെയും നല്ലതാണ്, അത് ഭാവിയിൽ വലിയൊരു വരുമാനം കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ബാഡ് ഡെറ്റാണോ ഗുഡ് ഡെറ്റാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ സാഹചര്യം ഉപയോഗിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം അത്ര കടക്കാരനൊന്നുമല്ല, ഇപ്പോഴും ഇമ്മൻസ് വെൽത്ത്, ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ആൾ തന്നെയാണ് റോബോട്ട് കിയോസാക്കി. അദ്ദേഹം പണം കടമെടുത്ത് അല്ലെങ്കിൽ ലോൺ എടുത്ത് എല്ലാം അസറ്റ് അല്ലെങ്കിൽ റിച്ച് ആക്കാൻ സാധ്യതയുള്ള കോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിമാസം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിലും അല്ലെങ്കിൽ
അല്ലാതെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇത്രയും പണം കടമെടുത്ത് ഗുഡ് ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ റോബർട്ട് കിയോസാക്കി പറയുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ റോബർട്ട് കിയോസാക്കിയെ പോലെയുള്ള പല ആളുകളും, റിച്ച് ഡാഡുകൾ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും വിദേശത്തുമെല്ലാം ഉണ്ട്. എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്നവരാണ്, എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരാണ്. പക്ഷെ അവർ ഒരു ബിസിനസ് പോലും ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്തതെല്ലാം പരാജയപ്പെട്ടവരായിരിക്കാം. എനിക്ക് വളരെയധികം ഇത്തരം ബിസിനസ് കോച്ചുകൾ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിൻ്റെ എല്ലാം എനിക്കും പലപ്പോഴും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതിൽ പലരും ബിസിനസ് ചെയ്ത് വളരെയധികം പരാജയം നേരിട്ട് കടക്കാരായപ്പോൾ ഇങ്ങനെ മാസ്റ്റർ ക്ലാസ്സുകളും ഒപ്പം തന്നെ എങ്ങനെ പണക്കാരാകാം, എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ കോഴ്സുകളുമായി വന്ന് ധാരാളം ആളുകളുടെ ഇടയിൽ നിന്ന് പണം വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വലിയൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 2 വിദഗ്ധരായ ട്രെയിനേഴ്സിൻ്റെ പേരിൽ ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും വളരെ പ്രഗത്ഭരായ ചില ആളുകൾ ഇത്തരം കോഴ്സുകൾ ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരുടെ പല ബിസിനസ്സുകൾ നഷ്ടത്തിലായി, പാപ്പരാസി അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റി ആയി എങ്കിലും ഇവർ നടത്തുന്ന പണക്കാരാകാനുള്ള, എങ്ങനെ പണക്കാരാകാമെന്നുള്ള കോഴ്സ് ധാരാളം ആളുകൾ വാങ്ങുകയും അതിൽ നിന്ന് ഇവർ പണമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കോഴ്സ് ഫ്രീ ആണ്, പിന്നീട് പല ലെവലിലുള്ള കോഴ്സ് ഉണ്ട്. ആ കോഴ്സുകൾക്കെല്ലാം വലിയ തുക വാങ്ങിയാണ് ഇവർ കോഴ്സുകൾ നടത്തുന്നത്. അതുകൊണ്ട് ഈ കോഴ്സുകൾ തന്നെ എങ്ങനെ പണക്കാരാകാം, എങ്ങനെ റിച്ച് ആകാം, എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ സ്കെയിൽ ചെയ്യാം തുടങ്ങിയതായിട്ടുള്ള ധാരാളം കോഴ്സുകളിലൂടെ ഈ റിച്ച് ഡാഡ് അല്ലെങ്കിൽ റോബർട്ട് കിയോസാക്കി ധാരാളം പണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ പണം ഉപയോഗിച്ച് ഇദ്ദേഹം നല്ല റിച്ചായിട്ടുള്ള ഗുഡ് ഡെറ്റ് അല്ലെങ്കിൽ നല്ല അസറ്റ്സ് വാങ്ങുകയും അതിലൂടെ ദൈനംദിനം പണം പെരുകുകയുമാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം നാം ശ്രദ്ധിക്കുക. ബാഡ് ഡെറ്റ്, വെറുതെ EMI അടയ്ക്കുവാൻ വേണ്ടി വണ്ടി വാങ്ങുക, ലക്ഷറി ആയിട്ടുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുക, വീട് വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക, അതല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് മേടിച്ച് കൂട്ടുക, ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നാം കടക്കാരാകുവാനും പാപ്പരാകുവാനും സാധ്യത കൂടുതലാണ്. പക്ഷേ നാം ഈ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് കടമെടുത്താണെങ്കിൽ കൂടെയും ഒരു ഗുഡ് ഡെറ്റായി നാം ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഈ വിവാദം ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് തുറന്നുകൊണ്ടേയിരിക്കും. എന്തായാലും റോബർട്ട് കിയോസാക്കി കടക്കാരനായോ പാപ്പരായോ പണക്കാരനായോ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ ഈ തത്വങ്ങൾ ഇപ്പോഴും വാലിഡാണ്, അത് ഫോളോ ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. പക്ഷേ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക, എങ്ങനെ പണക്കാരാകാം, എങ്ങനെ പെട്ടെന്ന് റിച്ച് ആകാം തുടങ്ങിയതായിട്ടുള്ള ചിന്താഗതികളും ആശയങ്ങളുമായി കടന്നു വരുന്നവരുടെ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നാം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സിദ്ധാന്തങ്ങളെല്ലാം ഇപ്പോഴും പ്രായോഗിക തലത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വിവാദത്തോട് വളരെ ചിന്താപൂർവ്വം പ്രതികരിക്കുവാനായി ഞാൻ ആവശ്യപ്പെടുന്നു.